പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. സങ്കീർത്തനം 119, 105 ഞങ്ങൾ ധ്യാനിക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, എൻ്റെ വഴികളിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119, 105. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഡിവൈൻ ഗൈഡൻസാണ്. ദൈവികമായ ഒരു മാർഗനിർദ്ദേശം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുത് എന്ന് ഓരോ പ്രവൃത്തിയുടെ സമയത്തും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മാർഗനിർദ്ദേശം നമ്മൾ സ്വീകരിക്കുകയാണ്. അതൊരു വലിയ കൃപയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, എന്നെ ശരിയായ പാതയെ നയിക്കുകയും അങ്ങേ അനുഗമിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ ആ വലിയൊരു കൃപ, നല്ലൊരു ദിശാബോധം നൽകുന്ന ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കിന്ന് ആവശ്യം. ദൈവവചനം നമുക്ക് ദിശാബോധം നൽകുന്നുണ്ട്. അതാണ് എൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഒരു വിളക്ക് ഇരുട്ടിൽ ഒരു പാത പ്രകാശിപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത്. ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഒരു വിളക്ക് ആ റൂമിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ഒരു വഴിയിൽ ഒരു വിളക്കിന് പ്രകാശം നൽകി മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുന്നത് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ഇരുട്ടിലിരിക്കുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങോട്ട് തിരിയണമെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പ്രതിസന്ധി നിൽക്കുന്ന മനുഷ്യർക്കുള്ള പ്രകാശമെന്ന് പറയുന്നത്, വഴിയിലെ പ്രകാശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇനി എങ്ങോട്ടെന്നറിയാതെ ജീവിതം ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ഒരു വിളക്കായി, പ്രകാശമായി നമുക്ക് മുമ്പിലുള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ പദ്ധതിയിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. ചിലപ്പോൾ നമ്മുടെ സ്വന്തം പാത നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ ആഗ്രഹിക്കും. നമ്മൾ പ്ലാൻ ചെയ്യും, ഇങ്ങനെ പോകണം, അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ പോകണം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മുടെ സ്വന്തം പാത നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ ആഗ്രഹിച്ച് ആ പാത തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ്. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം നമ്മൾ കൃത്യമായി നേടിയിരിക്കണം. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം നമുക്കിപ്പോൾ ലഭിക്കുന്നത് നമ്മുടെ ഗുരുബോധയിലൂടെയും അധ്യാപകരിലൂടെയും മാതാപിതാക്കളിലൂടെയും ഒക്കെയാണ്. ദൈവത്തിൻ്റെ വചനമുണ്ട്, സഭയുടെ പഠനങ്ങളുണ്ട്, ഇതൊക്കെ പാരമ്പര്യങ്ങളുണ്ട്. ഇവയെല്ലാം നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ വഴിതെറ്റി മാറിയാൽ വലിയ അപകടങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം വളരെ വലുതാണെന്ന് പറയുന്നത്. അവിടുത്തെ മാർഗനിർദ്ദേശം കാരണം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കാണ്, വഴികളിൽ പ്രകാശമാണ്. ദിവസേന ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കണം. ദിവസേന ദൈവത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കണം, അത് പിന്തുടരുകയും ചെയ്യണം. ദൈവീക മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങൾ, ജോലി, വ്യക്തിഗത വളർച്ച എന്നിവയിലെ അനുദിന ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ കൂടി, അതിനുകൂടി നമ്മൾ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടണം. ഞാൻ ഒരു സ്ഥലത്ത് യാത്ര പോകാൻ തീരുമാനിക്കുക, അങ്ങോട്ട് തമ്പുരാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഒരു മാർഗനിർദ്ദേശം ചോദിക്കണം. തമ്പുരാൻ നൽകും അതിനുത്തരം. നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരമായിട്ടത് കടന്നു വരും.
നമ്മുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ അധ്യാപകരുടെയൊക്കെ ഒരു സ്വരമായിട്ട് ആ മാർഗനിർദ്ദേശം കടന്നു വരും. ദൈവികമായ മാർഗനിർദ്ദേശമില്ലാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാണ് സാധിക്കുക? നമ്മൾ നടക്കേണ്ട വഴി ഏതാണെന്ന് കൃത്യമായി തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ്. ചോദിച്ചാൽ മതി. ചോദിച്ചാൽ തമ്പുരാൻ പറഞ്ഞു തരും. നീ നടക്കേണ്ട വഴി ഇതാണ്. നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഞാൻ എൻ്റെ സ്വന്തം പാത നിയന്ത്രിക്കുവാനായിട്ട് തന്നെയാണോ ശ്രമിക്കുന്നത്? നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ വഴിയിലൂടെ നടക്കുന്നത്, മറ്റാരും എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കാൻ മാത്രം മതി, ഞാൻ എൻ്റെ വഴിയിലൂടെ നടന്നോളാം, ആരും എനിക്ക് തടസ്സം നിൽക്കരുത്, അതേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നൊരു കാര്യമാണ്, എനിക്കെൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. പക്ഷെ തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന, തമ്പുരാൻ നമുക്ക് നൽകുന്ന ഈ ദിവികാരുടെ ആരാധന സമയത്ത് നൽകുന്ന ഏറ്റവും വലിയൊരു മാർഗനിർദ്ദേശമാണ്, അല്ലെങ്കിൽ വലിയൊരു ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ, ഞാൻ നിനക്ക് നൽകുന്ന മാർഗനിർദ്ദേശത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേതാണ്, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണെങ്കിൽ, വഴികളിൽ പ്രകാശമാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് മാർഗനിർദ്ദേശം നാം തേടാറുണ്ടോ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ഞാൻ അവൻ്റെ നേതൃത്വത്തിന്, മാർഗനിർദ്ദേശത്തിന് പരിപൂർണമായി വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. എപ്പോഴും പറയുന്നില്ല, ആരും എനിക്കൊന്നും പറഞ്ഞു തന്നിരുന്നില്ല, എന്നോട് ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന ധാരാളം കുട്ടികളെ, ധാരാളം വ്യക്തികളെ നമുക്കറിയാം. ഒരു കാര്യം പറയാൻ എനിക്കതറിയില്ലായിരുന്നു, ആരും എന്നോട് ആ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനങ്ങനെ പ്രവർത്തിക്കില്ലായിരുന്നു, ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട്, കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ധാരാളം പേര് കേട്ടിട്ടുണ്ട്. ആരുടെയും മാർഗനിർദ്ദേശമില്ല. തമ്പുരാൻ്റെ മാർഗനിർദ്ദേശം നീ ചോദിച്ചാൽ തമ്പുരാൻ അത് വ്യക്തികളിലൂടെയോ സംഭവങ്ങളിലൂടെയോ വചനത്തിലൂടെയോ മനസ്സാക്ഷിയുടെ സ്വരത്തിലൂടെയോ ഒക്കെ നമുക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകും എന്നുള്ളത് 100% ഉറപ്പാണ്. പരമകാരുണ്യനാഥനായ ഈശോയെ, പ്രത്യേക ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ആ മാർഗനിർദ്ദേശത്തിൻ്റെ അഭിഷേകത്തെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, മറ്റുള്ളവരുമായ ബന്ധത്തിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുവാനും അനുസരിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവിക ജ്ഞാനവും ദൈവിക സ്നേഹവും ദൈവികമായ ശക്തിയും മാത്രം പോരാ, അങ്ങ് നൽകുന്ന മാർഗനിർദ്ദേശം കൂടി ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ മാർഗനിർദ്ദേശങ്ങളാകുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ വന്നിരിക്കുന്ന ഈ തെറ്റായ ഗൈഡൻസ്, തെറ്റായ മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ വീണു പോകുന്നതിൻ്റെ കാരണം ഒരു പരിധിവരെ കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ ദിശ പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ സാധിക്കാത്തതോ മാത്രമാണോ? കുട്ടികൾ കൂടി തമ്പുരാൻ്റെ ഈ സ്വരം ശ്രവിക്കാനും മാർഗനിർദ്ദേശം സ്വീകരിക്കാനും തയ്യാറാവണം. ഒരു അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ മാത്രം മാർഗനിർദ്ദേശമാവില്ല. ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ മാർഗനിർദ്ദേശമാവില്ല. അവൻ സ്വയം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ആ മാർഗനിർദ്ദേശത്തെ അവന് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വെറും നിർദ്ദേശമായി മാത്രം നിൽക്കും, ഉപദേശമായി മാത്രം നിൽക്കും. അതുകൊണ്ടല്ലേ കുട്ടികൾക്കൊന്നും ഉപദേശം ഇഷ്ടമില്ല, ഉപദേശിക്കുന്ന ആരെയും ഇഷ്ടമില്ല, മാതാപിതാക്കൾക്കും ഇഷ്ടമില്ല ഉപദേശിക്കുന്നവരാരെയും. ഇത് ഉപദേശമല്ല, തമ്പുരാനോട് സ്വയം ചോദിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. ഞാൻ നടക്കേണ്ട വഴി, ഞാൻ സഞ്ചരിക്കേണ്ട പാത ഏതാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് കുറേ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും മുതിർന്നവരെയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം.
പക്ഷേ സ്വീകരിക്കേണ്ടത് എപ്പോഴും വ്യക്തിപരമായിട്ടാണ്. വ്യക്തിപരമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ മാർഗനിർദ്ദേശം നമ്മുടെ സ്വന്തമായി അല്ലെങ്കിൽ നമുക്കൊരു അനുഗ്രഹമായിട്ട് നിൽക്കുകയുള്ളൂ, കൃപയായിട്ട് നിൽക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ. നമ്മൾ 7 തലങ്ങളിലൂടെയാണല്ലോ ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിനും അവിടുത്തെ മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് സംരക്ഷിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്ന സമയത്തും എല്ലാ ദിവസവും നമ്മുടെ പ്രഭാതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ ആരാധനയുമായി കടന്നു വരുന്നുണ്ട്. അപ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് കുറേ സമയം നമുക്ക് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഇന്നത്തെ ദിവസം കർത്താവേ, നിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ വലിയ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് എൻ്റെ ഇന്നത്തെ ജീവിതത്തെ മുഴുവൻ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ചിന്തയ്ക്ക് നീ മാർഗനിർദ്ദേശം നൽകണം. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നടപ്പിൽ, എല്ലാ മേഖലയിലും എനിക്ക് നിൻ്റെ മാർഗനിർദ്ദേശം വേണമെന്ന് പ്രഭാതത്തിലേ തമ്പുരാനോട് ചോദിക്കണം. അങ്ങനെ വലിയൊരു സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. തമ്പുരാൻ്റെ ആ ഒരു ഡിവൈൻ ഗൈഡൻസിൻ്റെ, ദൈവികമായ മാർഗനിർദ്ദേശത്തിൻ്റെ ഒരു സംരക്ഷണം നമ്മൾ നേടിയെടുത്താൽ ഇന്നേ ദിവസം മുഴുവൻ നമ്മെ നയിക്കുന്ന തമ്പുരാനായിരിക്കില്ലേ? തമ്പുരാൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചായിരിക്കില്ലേ നമ്മൾ നടക്കുക? അപ്പോൾ നമ്മൾ എവിടെയാണ് തെറ്റിപ്പോവുക? എപ്പോഴാണ് നമ്മൾ തെറ്റിൽ വീണ് പോവുക? ഒരിക്കലും തെറ്റിൽ വീണ് പോവില്ല. എപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റായി പോവുക? ഒരിക്കലും തെറ്റായി പോവില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് തമ്പുരാൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ്. അത് ഉറപ്പാക്കണം. 2, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. സകല മാലാഖമാരോട്, സകല വിശുദ്ധരോടൊക്കെ മാധ്യസ്ഥം നേടാം. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അത് അതേപടി അനുസരിച്ചവരാണ്. ഏറ്റവും വലിയ മാതൃക മാർ യോസേപ്പ് പിതാവ് തന്നെയാണല്ലോ. പരിശുദ്ധ അമ്മ അങ്ങനെയല്ലേ? എല്ലാ വിശുദ്ധന്മാരും അങ്ങനെയല്ലേ? എല്ലാ മാലാഖമാരും, നമ്മുടെ കാവൽ മാലാഖയുമൊക്കെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പരിപൂർണമായി ജീവിച്ചവരും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശം കൂടി നമുക്ക് സ്വീകരിക്കണം. അവരുടെ ഒരു മാധ്യസ്ഥം കൂടി നമുക്ക് മേടിക്കണം. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് ഗാനഭൂതനായിരിക്കുന്ന ആ വിശുദ്ധനെ, ഞങ്ങളുടെ കാവൽ മാലാഖയെ, ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ ദൈവികമായ മാർഗനിർദ്ദേശം എല്ലാ പ്രവൃത്തികളിലും, ചിന്തയിലും, എല്ലാ മേഖലയിലും, സകല മേഖലയിലും ദൈവികമായ മാർഗനിർദ്ദേശം നേടാനായിട്ട് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുകയും എന്നെ പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മളൊരു ക്ലൻസിങ് ആണ്. തമ്പുരാൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കാനും വചനം വായിക്കാനും ഒക്കെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ തട്ടിക്കളയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും തിന്മയുടെ ശക്തി നമ്മളോട് വചനം വായിക്കാനായിട്ട് ആവശ്യപ്പെടില്ല. ഒത്തിരി പേരിന്ന് വചനം എഴുതുന്നുണ്ട്, വചനം പഠിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയ അഭിഷേകത്തിൻ്റെ സമയമാണ്. വചനം എഴുതുന്ന ധാരാളം പേരുണ്ട്, വചനം വായിച്ച് പഠിക്കുന്ന ധാരാളം പേരുണ്ട്. അതിനുള്ള ഒത്തിരി മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ മത്സരങ്ങളിലൂടെ ആണെങ്കിൽ പോലും വചനം പഠിച്ച് അത് മത്സരത്തിന് വേണ്ടി മാത്രമാവരുത്, മറിച്ച് വചനം നല്ലതുപോലെ പഠിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു മാർഗനിർദ്ദേശം ലഭിക്കും. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ സമയമാണ് വചനം വായിക്കുന്നതും വചനം പഠിക്കുന്നതും വചനം എഴുതുന്നതല്ല. ആ മാർഗനിർദ്ദേശത്തെ തട്ടിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ കാര്യങ്ങൾ വരും. അങ്ങനെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന മേഖലകളെ ഏതൊക്കെയാണെന്ന്, അതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനെ മുഴുവൻ നമ്മുടെ ജീവിതം നീക്കം ചെയ്യുക. അതാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ക്ലെൻസിങ്. പിന്നെ നമ്മൾ ശക്തിപ്പെടുത്തണം. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം ലഭിക്കുന്ന ഒന്ന് വചനത്തിലൂടെയാണ്. വചനം കൂടുതൽ വായിക്കണം. കൂടുതൽ വായിച്ച് അനുദിനം ബൈബിൾ വായിച്ച്, ബൈബിൾ മനനം ചെയ്ത്, ബൈബിൾ ധ്യാനിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ നിറയാനായിട്ട്, അങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട്, എനർജൈസ് ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കണം. ദൈവത്തിൻ്റെ വചനം പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ, അതാണ് ഇന്നത്തെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമാണ്. സങ്കീർത്തനം 119:105. എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് നമ്മൾ കടത്തി വിടണം. ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളിലേക്ക് നമുക്ക് ദൈവത്തിൻ്റെ വചനം കടത്തി വരണം. അങ്ങനെ വലിയൊരു രോഗസൗഖ്യം നമുക്ക് ലഭിക്കും. ദ ബെസ്റ്റ് ഹീലിംഗ് ആണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും കടത്തിവിടുമ്പോൾ ഒരു ഹീലിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയൊരു ഹീലിംഗ് ഉണ്ടാകും. രോഗശാന്തി, ഏറ്റവും വലിയ രോഗശാന്തി അത് നടക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോ വാക്കുകളിലേക്ക് നമുക്ക് കടത്തിവിടാനായിട്ട് സാധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഹീലിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക്
ശക്തമായി കടന്നു വരും എന്നുള്ളതാണ്. വലിയൊരു ഹീലിംഗ് നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ, വലിയൊരു ഹീലിംഗ് നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ. എപ്പോഴാണ് ഹീലിംഗ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഈ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ ഓരോ സെല്ലുകളിലേക്കും ഓരോ വസ്തുക്കളിലേക്കും രക്തത്തിലേക്കും എല്ലാം കടന്നു വരുമ്പോൾ അവിടെ രോഗശാന്തി ഉണ്ടാവും. വചനം കടന്നു വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ബാലൻസിങ് ആണ് അവിടെ നടക്കുന്നത്. ബാലൻസിങ് ആണ് രോഗശാന്തി എന്ന് പറയുന്നത്. ബാലൻസിങ് ആണ്. ഇമോഷണലി ബാലൻസിങ് ആണ്, ഫിസിക്കലി ബാലൻസിങ് ആവും, സ്പിരിച്വലി ബാലൻസ്ഡാവും. അതിനാണ് ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഗശാന്തി എന്ന് പറയുന്നത്. ബാലൻസ് ചെയ്യുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് ബാലൻസ് ചെയ്യപ്പെടട്ടെ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. വചനം പറഞ്ഞുകൊണ്ട് ഹെബ്രായർ 7:7 ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുന്ന പോലെ ഓരോ വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. രോഗശാന്തി ആവശ്യമുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപയെ ആവശ്യമുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് കർത്താവിൻ്റെ സുദിനമാണ്. ദേവാലയത്തിൽ പോകാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന വൈദികനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിപ്പിക്കുന്ന മതാധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മതാധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാം നമുക്ക് ബ്ലെസ് ചെയ്യാം. നാളെ കുട്ടികൾക്ക് വേദപാഠ പരീക്ഷയാണ് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ എല്ലാം തമ്പുരാൻ്റെ മതബോധനം, ദൈവത്തിൻ്റെ കാര്യം പഠിക്കണം. ദൈവത്തെക്കുറിച്ച് പഠിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കൃപകൾ സ്വന്തമാക്കാൻ വേണ്ടി കുട്ടികൾ പഠിക്കുന്ന സമയമാണ്. ആ കുട്ടികളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ, കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വലിയ കൃപകൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആരിലേക്കൊക്കെയാണോ ദൈവത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശമില്ലാതെ കടന്നു പോകുന്ന ധാരാളം വ്യക്തികളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കാണുന്നുണ്ട്. അവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, പരമകാരുണ്യവാനായ ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മാർഗ്ഗനിർദ്ദേശം സ്വീകരിക്കാതെ, മാതാപിതാക്കളുടെ മാർഗ്ഗനിർദ്ദേശം പോലും സ്വീകരിക്കാതെ, അധ്യാപകരുടെ ഗുരുഭൂതരുടെയൊക്കെ മാർഗ്ഗനിർദ്ദേശം സ്വീകരിക്കാതെ വഴിതെറ്റി നടക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ധാരാളം മക്കളുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി ഒരു മാർഗ്ഗനിർദ്ദേശവും സ്വീകരിക്കാതെ ജീവിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയാം കർത്താവ്, ഈ ദിവസങ്ങൾ മുഴുവൻ ഞങ്ങളെ നയിച്ചതിന്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രായം എത്രയാണോ അത്രയും വർഷം തമ്പുരാൻ നമ്മളെ നയിച്ചു. തമ്പുരാൻ്റെ മാർഗ്ഗനിർദ്ദേശം നല്ലതുപോലെ നമുക്കുണ്ടായിരുന്നു. അത് മാതാപിതാക്കളുടെ ആയിട്ടും അധ്യാപകരുടെയൊക്കെ ആയിട്ടും ഒന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ തമ്പുരാൻ്റെ മാർഗ്ഗനിർദ്ദേശം നമ്മളെക്കുറിച്ച് അവിടത്തേക്ക് നല്ലൊരു കരുതലുണ്ട്. ആ കരുതലിൽ അവിടെ നമ്മിങ്ങനെ കൊണ്ടു നടന്നു പോയി എന്നുള്ളതാണ്. തമ്പുരാൻ്റെ വലിയ മാർഗ്ഗനിർദ്ദേശം നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ ധ്യാന സമയം മുഴുവൻ നമ്മളെ കൊണ്ടു നടന്നതിന് എല്ലാവരെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരെയും നന്ദി പറയണം. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ മുഴുവൻ നമുക്ക് നന്ദിയോടെ ഓർക്കണം. എന്തിനാ? നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് പഠിപ്പിച്ച്, ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും, തല്ലിയിട്ടുണ്ടാവും. ഒക്കെ നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. നമുക്ക് നമ്മളെ വഴക്ക് പറയുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, തിരുത്തുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്. ഒരു മാർഗ്ഗനിർദ്ദേശം നല്ലതാണ്. നമ്മുടെ ആ മാതാപിതാക്കന്മാർ നമ്മൾ തല്ലിയിട്ടുണ്ടാകും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ നമ്മുടെ മക്കൾ, അവരെയും ചിലപ്പോൾ നമ്മളെ നയിച്ചിട്ടുണ്ടാവും. നമ്മുടെ സഹോദരങ്ങൾ, അയൽക്കാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, ഏറ്റവും ചെറിയ കുഞ്ഞുകുട്ടി പോലും നമുക്ക് തമ്പുരാൻ്റെ മാർഗ്ഗനിർദ്ദേശം നൽകിയെന്ന് വരും. അവരെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, എന്നെ ശരിയായ പാതയെ നയിക്കുകയും അങ്ങ് അനുഗമിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വചനം എൻ്റെ തീരുമാനങ്ങളെ നയിക്കട്ടെ. മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തപ്പോഴും അങ്ങയുടെ പദ്ധതിയെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അങ്ങയുടെ മാർഗ്ഗനിർദ്ദേശം പരിപൂർണമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ കാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്ന ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയാൽ നിറയ്ക്കണമേ, നിൻ്റെ ദയയാൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ബുദ്ധിയല്ല, നിൻ്റെ മാർഗ്ഗനിർദ്ദേശമാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും